അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദ് യുദ്ധത്തിന്റെ ചരിത്രം പറയുന്ന ഭാഗത്ത് ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുന്നുണ്ട്. ഉഹദിൽ പോയാൽ ഇതൊക്കെ നമ്മുടെ ഖൽബിലേക്ക് വരണം. മദീനത്ത് പോയാൽ ഒരു ദിവസം രാത്രി നിങ്ങൾ ഉഹദിൽ പോകണം. ഈ പകലുള്ള ഉഹദ് പലപ്പോഴും ഗ്രൂപ്പുകൾക്ക് അങ്ങോട്ട് ശരിയാവൂല. പൊരി വെയിലത്ത് ഈ സ്ത്രീകളെയും പുരുഷന്മാരെയും ബസ്സിൽ കൊണ്ടിറക്കിയിട്ട് 5 മിനിറ്റിന് മുമ്പ് തിരിച്ചു വരണമെന്നാണ് പറയാ അമീർ. 10 മിനിറ്റ് അത് തിരിച്ചു വരണം. അത് യാസീൻ മുഴുവൻ ഓതിയതുണ്ടാവും, പകുതി ഓതിയതുണ്ടാവും. എവിടെയാ പോയി നിൽക്കുന്നത്? അത് ചിന്തിച്ചിട്ടുണ്ടോ? എവിടെ എത്രയും പണം മുടക്കി നമ്മൾ പോയിട്ട് ഹംസ റളിയല്ലാഹുവിന്റെ അടുത്ത് സല്യൂട്ട് ചെയ്യാനാണോ പോകുന്നത്? അരമണിക്കൂർ അവിടെ സമയം ചെലവഴിച്ച് വെയില എന്തോ ആവട്ടെ സമാധാനമായിട്ട് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് മദീനയാണുള്ളത്? മദീന എന്ന് പറഞ്ഞാൽ മസ്ജിദുൻ നബവി റൗള ശരീഫുമാണ് എന്ന് നിങ്ങൾ കരുതണ്ട. അവിടുത്തെ ഖബൂരിയത്ത് കിട്ടാൻ അതിന്റെ ചുറ്റുവട്ടത്ത് മറ്റൊരുപാട് അനുഭൂതി നിറഞ്ഞ അനുഭവങ്ങളെ സ്വീകരിക്കേണ്ടി വരും. ഹംസത്തൂറങ്ങുന്ന മണ്ണില് അഷ്റഫുൽ ഖൽഖിന്റെ പൊന്നില് അല്പം ഉറങ്ങാതെ ഞാനുമേ അത്ഭുത ചരിതങ്ങളോർക്കുമേ. ഉഹദിൻ ചോട്ടിൽ ചെല്ലണം, ഉരുകും ബൈത്തുകൾ ചൊല്ലണം. ഉയരേകി വീണോരാ പൊന്നീണം ഉലകീതിൽ ഇഷ്കിന്റെ തേൻ കണം. ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയെ ഓർക്കാൻ, മഹാനായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ഓർക്കാൻ, രക്തത്തിൽ കുളിച്ച് കഷണങ്ങളായി തെറിച്ചു വീണ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഓർക്കാൻ, മദീനത്ത് നിന്ന് രാത്രിയിൽ ഒരു ടാക്സി വിളിച്ചിട്ട് നിന്റെ ഭാര്യയും ഭർത്താവും ആണെങ്കിൽ എങ്ങനെ, ഒരുമിച്ച് വന്നവരാണെങ്കിൽ എങ്ങനെ തൊട്ടടുത്തല്ലേ ഒന്ന് ഉഹദിലേക്ക് പോകുമോ? രാത്രിയില് എപ്പോഴും വെളിച്ചമുള്ള ശാന്തസുന്ദരമായ സ്വർഗീയ കാറ്റടിച്ച് വീശുന്ന ഉഹദിന്റെ പള്ളിയുടെ മുറ്റത്തൊന്നിരിക്കുവോ? ആരോ വന്ന് നിങ്ങളുടെ ഹൃദയം കഴുകുന്ന പോലെ ഫീൽ ചെയ്യും എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. ആരോ വന്ന് നിങ്ങൾക്ക് ഹിദായത്ത് വിളമ്പി തരുന്നത് പോലെ തോന്നിപ്പോവും എന്റെ പ്രിയപ്പെട്ടവര്. അതാണ് ഉഹദ്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉഹദ് യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോ വൽതഫതു യമീനം വലാ ശിമാലൻ ഇല്ലാ വഹുനാക ഉമ്മു അമ്മാറ. ഞാൻ എവിടെ നോക്കിയാലും ഒരു സ്ത്രീയെ കാണുകയാണ്. പെങ്ങള്, നിന്റെ പോലെ വികാര വിചാരങ്ങളുള്ള പെണ്ണിനെ കുറിച്ചായി പറയുന്നേ. 24 മണിക്കൂറും ട്രെൻഡിന്റെ ഇൻസ്റ്റയോടൊപ്പം യാത്ര ചെയ്തുകൊണ്ട് ശരീരം കുലുക്കി നൃത്തം ചെയ്യുന്ന പെണ്ണല്ല. മോഹവാഗ്ദാനങ്ങൾ കൊണ്ട് ദുനിയാവ് നിന്നെ നശിപ്പിക്കാൻ കാത്തിരിക്കുമ്പോ ആ ചതിക്കുഴിയിൽ ചെന്ന് വീണുപോവല്ല മോളെ. അതിനെതിരെ അത് പറയുന്ന ഉസ്താദുമാരെ പഴിചാരിയിട്ട് അർത്ഥമില്ല പൊന്നുപെങ്ങളെ. മരിക്കുമ്പോ 3 കഷണം തുണിയിൽ പൊതിഞ്ഞ് പള്ളിപ്പറമ്പിൽ കൊണ്ടുവച്ച് അല്ലാഹുവിന്റെ ഖബർസ്ഥാനിലേക്ക് ഇറക്കി വെക്കുമ്പോ ഈ ലൈക്കും കമന്റും ആരും കൂടെ ഉണ്ടാവൂല മോളെ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നെ പോലെ മജ്ജയുള്ള മാംസമുള്ള ആഗ്രഹമുള്ള ചിന്തയുള്ള ഒരു പെണ്ണിനെ കുറിച്ച് ആ സ്വഹാബത്തിനോട് പറഞ്ഞത്. ഉഹദ് യുദ്ധം എന്ന് പറയുന്നത് ഇന്നും ഓർക്കുമ്പോ കണ്ണീരോടുകൂടി അല്ലാതെ ഓർക്കാൻ കഴിയാത്ത രാവും പകലുമാണ് മുസ്ലിമേ.